സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു. കസ്റ്റംസ് വകുപ്പ് 12 കോടി രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. മുൻ കോൺസൽ ജനറൽ, അഡ്മിൻ അറ്റാഷെ, എക്സ്ചാർജ് DFIs എന്നിവർക്ക് 6 കോടി രൂപ വീതമാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. വിവരാവകാശ രേഖയിൽ എത്ര തുക അടച്ചുവെന്ന് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കോൺസുലേറ്റിലെ മുൻ നയതന്ത്ര പ്രതിനിധികൾക്ക് 12 കോടി രൂപ പിഴ ചുമത്തിയെന്നാണ് കസ്റ്റംസ് വകുപ്പ് അധികൃതർ വിവരാവകാശ മറുപടിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലും അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കുന്ന തരത്തിലും കുറ്റകൃത്യം നടത്തിയ UAE കോൺസുലേറ്റിലെ മുൻ നയതന്ത്ര പ്രതിനിധികൾ എത്ര തുക പിഴയായി അടച്ചു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ കസ്റ്റംസ് വകുപ്പും അതേപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് തയ്യാറാവാത്തതെന്ന് വ്യക്തമാക്കണം. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്തായാലും ഇത്തരമൊരു തീരുമാനം, ഒരു വെർഡിക്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. രാജ്യാന്തര ബന്ധങ്ങളിലൊക്കെ തന്നെ ഇതിന് ചെറിയ അനുരണനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയിട്ടുള്ള വിവരാവകാശ രേഖയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ശിവശങ്കരനടക്കം കേസിൽ പ്രതിയായ കേസിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടായിരുന്നു. ആ കേസിൽ പിന്നീട് UAE കോൺസുലേറ്റിലെ ജീവനക്കാരായിട്ടുള്ള സരിത്തും സ്വപ്ന സുരേഷും ഒക്കെ തന്നെ കേസിൽ പ്രതിയായതും അതിൻ്റെ അഴിമതി കഥയും ഒക്കെ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചുവെങ്കിലും ആ കേസ് പിന്നീട് വലിയ ശ്രദ്ധ ആകർഷിക്കാതെ പിന്നീട് അത് മങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് നിലവിൽ അന്നത്തെ ജീവനക്കാരായിട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് 6 കോടി രൂപ വീതമാണ് കസ്റ്റംസ് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കോടതി നടപടികളുടെ ഭാഗമായി തന്നെ തുടർ നടപടി എന്ന ഓണം പ്രോസിക്യൂഷൻ 6 കോടി രൂപ വീതം ഫൈൻ ഇവർക്ക് വേണ്ടി ഇതിൽ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ എത്ര രൂപ ഇവർ അടച്ചു എന്നത് പക്ഷേ വിവരാവകാശ രേഖയിലില്ല. ഇനി ഒരു പക്ഷേ ഇവരത് പണം അടച്ചിട്ടില്ലെങ്കിൽ കോടതിയുടെ ഭാഗമായി ജയിൽ ശിക്ഷ അടക്കം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ 6 കോടി രൂപ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി അടയ്ക്കാൻ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ സാവകാശം നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന നടപടികൾ തുടർ നടപടിയുടെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അറിഞ്ഞുകൊണ്ട് നടന്നു എന്നുള്ള വലിയ ആരോപണം വന്നിരുന്നു. പക്ഷേ പിന്നീട് അത്തരം കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം വരാതെ ഈ സ്വർണം എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ കേസ് ഇപ്പോഴും അന്വേഷണ പരിധിയിലുണ്ട്. ഇതിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തുടർ അന്വേഷണത്തിൻ്റെ ചില രഹസ്യാത്മകമായ കാര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ എക്സൈസും കസ്റ്റംസും ഒപ്പം തന്നെ സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ കീഴിൽ ഈ കേസുണ്ട്. ഈ കേസ് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കടത്ത് ഇടപാടുകളെ സംബന്ധിച്ച് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ പങ്കുവന്നു, ഇത്തരത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഇടപാടുകൾ ആ ചാനലിലൂടെ ആ മാർഗത്തിലൂടെ ഇത്രയും സ്വർണം കടത്തിക്കൊണ്ടുവന്ന കേസിൽ മറ്റു ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥർക്ക് മുൻ UAE കോൺസുലേറ്റിൽ 2 ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗമായി 12 കോടി ഇരുവർക്കും പിഴ അല്ലെങ്കിൽ ഇതിൽ ശിക്ഷാ നടപടികളുടെ ഭാഗമായി ചുമത്തിയിട്ടുള്ളത്. SKN മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു മനീഷ്.